അപ്പോൾ വിഷുവിൻ്റെ ഉച്ചവരെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോ. അപ്പോൾ ഇത് വിഷുവിൻ്റെ തലേന്ന് വൈകുന്നേരമുള്ള വീഡിയോ ആണ്. അപ്പോൾ അമ്മ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു റൂമിലാണ് നമ്മൾ കണി ഒരുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഉണ്ണിയപ്പമൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷു ആയ ദിവസത്തിനേക്കാളും കുറച്ചും കൂടിയും ഒരു വൈബ് നമുക്ക് തോന്നുന്നത് തലേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരുക്കങ്ങൾ, അതൊരു അടിപൊളി ഒരു ഫീലിംഗ് ആണല്ലേ. പക്ഷേ എന്തോ അറിയില്ല, ഇപ്പോൾ ഉള്ള വിഷു നമ്മൾ പണ്ട് ആഘോഷിച്ച ആ ഒരു വൈബ് അത്രത്തോളം കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ അപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അമ്മ കുറച്ച് കൂടുതൽ അപ്പം ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ഞാൻ വീട്ടിലേക്കും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഏട്ടൻ നമ്മുടെ കൃഷ്ണനെ പൊടി തട്ടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൃഷ്ണൻ. അപ്പോൾ ഇത് നമ്മുടെ കണി ഒരുക്കുന്ന മുറിയുടെ ആ ഒരു ഭാഗം ഫുള്ള് വൃത്തിയാക്കി നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി നമ്മുടെ കൃഷ്ണനെ വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ആ ഒരു താഴത്തെ ഭാഗത്ത് നമ്മുടെ മഞ്ഞ പട്ട് വിരിച്ചിട്ട് അതിൻ്റെ അകത്താണ് കേട്ടോ കൃഷ്ണനെ വെക്കുന്നത്. അപ്പോൾ ഈ കണി ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഓരോ സാധനങ്ങൾ വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ സെറ്റ് ചെയ്യുന്ന ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നേരെ അമ്മയുടെ അപ്പം ചുടൽ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി. എൻ്റെ വകയായിരുന്നു കേട്ടോ പഴംപൊരിയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിവടയും. അപ്പോൾ ഇതാ പഴംപൊരി ഞാൻ ഉണ്ടാക്കാനുള്ള ആ ഒരു ബാറ്റർ നമ്മൾ ഉച്ചക്ക് തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിവടയും ഞാൻ എന്ത് ചെയ്തു, മസാല ഒക്കെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ പഴംപൊരി ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെയുള്ള ഓൾറെഡി ഉള്ള കൃഷ്ണന്മാർ വന്ന് എടുത്ത് പോകുന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ കണിക്കാലത്തിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി മക്കൾക്കും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനിയിപ്പം നാളെ 2 ദിവസത്തേക്ക് ഈ ഒരു സംഭവം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ ഇതാ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഉള്ളിവടയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളിവട. ഇപ്പം പിന്നെ എണ്ണയിലധികം ഉണ്ടാക്കിയത് കഴിക്കാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കഴിക്കാറില്ല, എന്നാലും വല്ലപ്പോഴൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് അമ്മ ദീപം കത്തിച്ചിട്ടുണ്ട്, വിളക്ക് കത്തിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനിയിപ്പം നമ്മൾ ബാക്കി ഞാൻ എൻ്റെ അകത്തുള്ള പരിപാടിയൊക്കെ നടത്തുമ്പോൾ അച്ഛനും മക്കളും കൂടി ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കമ്പത്തിയും പൂക്കുറ്റിയും ഒക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് വീഡിയോ എടുത്തതാണ്. അതിനിടയിലാണ് ഗൈസ് ഞാനൊരു സംഭവം കണ്ടത്. എൻ്റെ ഗാർഡനിൽ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ നല്ല അടിപൊളി വൈറ്റ് മൊസാണ്ടയുടെ ആ ഒരു ചെടി അടക്കം ആൾ പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കൃഷ്ണൻ്റെ തൊട്ടടുത്ത് വെക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ കണിയൊരുക്കുന്നത് നമ്മളൊരു വൃന്ദാവനാക്കി മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി നല്ല സെറ്റായി വന്നിട്ട് ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഔട്ട്പുട്ട്. ഇനി നമ്മുടെ കണി വെക്കേണ്ട സാമഗ്രികളൊക്കെ സെറ്റാക്കി വെക്കാനുണ്ട്, കണിക്കലത്തിന് ഡിസൈൻ വരയ്ക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇരുന്ന് ചെയ്യും. അപ്പോൾ ഇതാ ഇപ്രാവശ്യം കുറച്ച് പുതിയ ഐറ്റംസൊക്കെ ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആറന്മുള കണ്ണാടി അത് വാൽക്കണ്ണാടിയാണ്.